ബീഹാറിന് പുറകിൽ കേരളം, കേരളത്തിന് പുറകിൽ തമിഴ്നാട്, അങ്ങനെ നമ്മൾ അടിയിലാണ് കിടക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ ട്യൂഷൻ കൊടുക്കുന്ന ഇതൊക്കെ നമ്മളെ എഡ്യൂക്കേഷനിൽ ഇല്ല എന്ന് തന്നെ പറയാം. മലയാളികളിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇത് ക്രാക്ക് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? അതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ കേരള സിലബസ് ഇപ്പോൾ അവസാന നീറ്റ് റിസൾട്ട് വന്നപ്പോഴും ചർച്ചയായി. 2025 നീറ്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. അതെ, നോക്കുമ്പോൾ ഫസ്റ്റ് 100 ആരും റാങ്കിൽ മലയാളികളില്ല. ആകെ 200 റാങ്കിലാണെങ്കിൽ 2 മലയാളികളാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം അത് 12 ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാലങ്ങളായിട്ടുള്ള നമ്മൾ ഈ ഒരു കേരള വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. ഇന്ത്യയുടെ തന്നെ പറയാറുണ്ട്. അതിൽ കുറച്ച് നമ്മളിപ്പോൾ റിസൾട്ടിലൊക്കെ നോക്കുമ്പോൾ ലാസ്റ്റ് എക്സാമിനൊക്കെ ബീഹാറിന് പുറകിൽ കേരളം, കേരളത്തിന് പുറകിൽ തമിഴ്നാട്, അങ്ങനെ നമ്മൾ അടിയിലാണ് കിടക്കുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസം ലോക വിദ്യാഭ്യാസ നിലവാരത്തിലും താഴെയാണ്, അതിലും താഴെയാണ് കേരള വിദ്യാഭ്യാസ നിലവാരം എന്ന് പറയുമ്പോൾ. പക്ഷെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര സാക്ഷരത നേടിയ ആളുകളാണ്, ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലാണ് സത്യത്തിൽ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ്? ഈ കോമ്പറ്റീറ്റീവ് എക്സാമുകളിലേക്ക് മലയാളി പ്രാതിനിധ്യം വളരെ കുറവാണെന്നുള്ളതാണ്. നമ്മൾ സാക്ഷരത അളക്കുന്ന ഒരു ക്ലറിക്കൽ ലെവലാണ്. എഴുത്തും വായനയും അറിയാം, ഇതിനപ്പുറത്തൊന്നും വേണം. അതൊരു പഴയ മക്കള ട്രഡീഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രഡീഷൻ, അന്നത്തെ ഒരു എഡ്യൂക്കേഷൻ കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മളതിപ്പോഴും സാക്ഷരത ഭാഗമായിട്ട് കൂട്ടാം. ഹയർ എഡ്യൂക്കേഷൻ മറ്റു കാര്യങ്ങളൊന്നും സാക്ഷരത അളവ് നമുക്ക് സാമാന്യമായിട്ട് എഴുത്തും വായനയും പറഞ്ഞാൽ സാക്ഷരതയുടെ എണ്ണത്തിൽ കൗണ്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നമ്മളത്ര എലീറ്റ് ആണോ, നമ്മളൊരു ക്രീം ക്ലാസ് ആണെന്നൊന്നും അത് വന്നോളന്നില്ലല്ലോ. അതുപോലെ ഇപ്പോൾ ഫിൻലാൻഡിൽ സ്കൂളുകൾക്കായാലും തന്നെ അവിടെയൊക്കെ നമ്മൾ ട്യൂഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ അവേഴ്സ് ഇപ്പോൾ ഒരു ആവറേജ് 900 hours-ആണ്. ഈ 900 hours നമ്മൾ ഇന്ത്യയുടെ സർക്കുലർ പ്രകാരം ഇപ്പോൾ 1200 ആക്കണം എന്നൊക്കെ കേരള ഹൈക്കോടതിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ഇനി നമ്മൾ സ്കൂൾ ടൈം കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ലോകത്തേറ്റ മാതൃകയായിട്ട് പറയുന്ന ഫിനിഷ് സ്കൂളുകളിൽ ഈ 900 ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിൽ ഇനി കൂട്ടാനിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ട ശരിക്കും ലോങ് ഹവേഴ്സ് അല്ല വേണ്ടത്, നമുക്ക് എഫിഷ്യൻ്റ് ആയ ഹവേഴ്സാണ് വേണ്ടത്. നോർമലി വി കോൾഡ് ക്വാളിറ്റി ടൈം. ആ ടൈം ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ കിട്ടുന്നില്ല. കുറേ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്, കാണാപ്പാടം പഠിക്കലാണ് വിദ്യാഭ്യാസം എന്നുള്ളൊരു തോന്നൽ പേരൻസിനാണെങ്കിലും ഇവിടുത്തെ സമൂഹത്തിനാണെന്നുണ്ടെങ്കിലും സ്കൂളുകൾക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ ആ രീതിയിൽ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതായത് നമ്മൾ അനലിറ്റിക്കലി, അതുപോലെ ന്യൂമറിക്കൽ കപ്പാസിറ്റി, അനലിറ്റിക്കൽ കപ്പാസിറ്റി, ക്രിറ്റിക്കൽ തിങ്ക്, സോഫ്റ്റ് സ്കിൽസ്, ഇതൊക്കെ നമ്മളെ എഡ്യൂക്കേഷനിൽ ഇല്ല എന്ന് തന്നെ പറയാം. കാര്യമായിട്ട് ഇപ്പോഴും നമ്മൾ ഈ കാലഘട്ടത്തിൽ പല രീതിയിൽ നമ്മൾ എഡ്യൂക്കേഷൻ ആവിഷ്കരിക്കാം. ഉദാഹരണം, ക്ലാസ്സുകൾ എന്നും പോയിട്ട് നമ്മൾ എടുക്കണമെന്നില്ല. റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നമ്മളൊരു ഒരാളുടെ ഇൻസ്ട്രക്ഷനോ ഒരാളുടെ മെൻറ്ററിങ്ങോ നടത്തിയാൽ മതി. ബാക്കിയുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സമയം ഉപയോഗിച്ചാൽ മതി. ട്യൂട്ടറിങ്ങിൻ്റെ സമയങ്ങൾ അപ്പോൾ ഒരു മെൻറ്റർക്ക് വേണമെന്നത് അത്യാവശ്യമാണ്. അതോടുകൂടെ നമ്മൾ ഒരുപാട് ഊർജ്ജവും എനർജിയും ഒക്കെ ചിലവാക്കിയിട്ട് ഈ കുട്ടികളെ എന്നും സ്ക്രീന് കാണുന്ന കുട്ടികൾ, പിന്നെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞ കുട്ടികൾ ഇത്ര സമയം നമ്മളെ കേട്ടിരിക്കുന്നു എന്നത് ഒരു വലിയ പ്രയത്നം തന്നെയാണ്.